നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി UAE പ്രഗത്ഭയായ ഒരു കലാകാരിയാണ്. ഈ കലാകാരിയെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ ഞാൻ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അജ്മാൻ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് മനോഹരമായൊരു നൃത്താവിഷ്കാരം കാണാനൊരു സൗഭാഗ്യമുണ്ടായി. സീത 2-2.5 മണിക്കൂറോളം സീതയുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഓരോ പ്രേക്ഷകരെയും കൊണ്ടുപോയി വികാരഭരിതമാക്കിയ മൊമെൻറ്റ്സ് ആയിരുന്നു ഇവിടെ. വളരെ മനോഹരമായൊരു നൃത്താവിഷ്കാരം. അത് അവതരിപ്പിച്ച അതുല്യ കലാകാരി ഡോക്ടർ പ്രിയൂഷ സജിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്തേ. നമസ്തേ. അതുല്യ ഒരു കലാകാരി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാണ്, നർത്തകിയാണ്, എഴുത്തുകാരിയാണ്, യോഗാചാരിയാണ്, ഒപ്പം ഒരു നല്ല ചിത്രകാരിയും കൂടിയാണ്, അല്ലേ? അതല്ല എൻ്റെ ശരി? അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഫുള്ള് ഡോക്ടർ പ്രിയൂഷ സജി ആരാണ്, എന്താണ് എന്ന് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവുക. വളരെ സന്തോഷം സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീത കാണാനൊരു ഭാഗ്യം എനിക്കുണ്ടായി ഡോക്ടറെ. സീത എന്ന് പറഞ്ഞ ഒരു നൃത്താവിഷ്കാരം സ്റ്റേജിൽ അങ്ങനെ സോളോ ആയിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറോളം അവതരിപ്പിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1.5 വർഷം കഠിനമായ പ്രയത്നം വേണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഏതൊരു ആർട്ടിസ്റ്റിനും ഇല്ലേ വേണ്ടി വരും. കാരണം അത്ര ഭംഗിയായിരുന്നു അത് സ്റ്റേജിൽ. പക്ഷേ പ്രിയൂഷ പറയുകയുണ്ടായി 6 മാസക്കാലം കൊണ്ടാണ് ഞാൻ ഇതിനെ ഒരുക്കിയെടുത്തതെന്ന്. എങ്ങനെയാണ് സീത അങ്ങനെ ഒരുക്കിയെടുത്തത്? സീത ശരിക്കും സ്വപ്നമായിട്ട് ഉള്ളിൽ കൂടിയിട്ട് വർഷങ്ങളായി. നൃത്തത്തിൽ എന്തെങ്കിലുമൊക്കെ തൻ്റേതായിട്ട് ചെയ്യണം, എൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയ കാലത്ത് തന്നെ സീത എൻ്റെ ഉള്ളിൽ ആ സീത എന്ന നൃത്താവിഷ്കാരം ജനിച്ചു എന്ന് പറയാം. അത് പിന്നെ ഉള്ളിലിട്ട് അതിനെ ഏത് രീതിയിൽ അതിനെ പുറത്തേക്ക് അതിനെ രൂപപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അപ്പൊ വർഷങ്ങളായിട്ട് അത് ഉള്ളിലുണ്ട്. അത് പിന്നീട് ഒരു മാർഗത്തിന്റെ ശൈലിയിൽ ചെയ്യാമെന്നുള്ള ചിന്ത വന്നു. അത് ആദ്യമായിട്ട് അത് ഡിസ്കഷനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. അതിന്റെ ആദ്യ പടികൾ എന്ന് പറയുന്നത് നമുക്ക് അത് ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ എങ്ങനെ അവതരിപ്പിക്കാം, അതിൻ്റെ സീതയുടെ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാം, അതിനെ ഏത് രീതിയിൽ നമുക്ക് ഒരു നൃത്താവിഷ്കാരമായിട്ട്, അത് പ്രത്യേകിച്ച് അതൊരു ഗ്രൂപ്പ് പെർഫോമൻസ് അല്ല, സോളോ പെർഫോമൻസ് ആണ്. മാർഗത്തിന്റെ ശൈലിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെ അവതരിപ്പിക്കാന്നൊക്കെ ഉള്ള ഒരു ആലോചനകളൊക്കെ ആദ്യഘട്ടം. പിന്നെ നമ്മുടെ അതിന്റെ ലിറിക്സ് എഴുതുക, അതിന് സംഗീതം ചെയ്യുക, ഇതൊക്കെ ശരിക്കും കഴിഞ്ഞ 1 കൊല്ലത്തോളം സമയമെടുത്തു. അത് കംപ്ലീറ്റ് മ്യൂസിക് ചെയ്ത് ഇനങ്ങൾ ചിട്ടപ്പെടുത്തി പ്രാക്ടീസ് തുടങ്ങിയതാണ് ഈ 6 മാസം. അപ്പൊ ശരിക്കും നമ്മൾ ഈ 1.5 വർഷം കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെതായ പ്രാക്ടീസുകൾ നമ്മുടെ സമയവും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അത്രയും കാലതാമസം വേണ്ടി വരുന്ന ഒരു സാധനത്തിന് നമ്മൾ 6 മാസം കൊണ്ട് ചിട്ടപ്പെടുത്തിയപ്പോ ആ ഒരു 6 months എന്റെ ചിന്തയിലും രാവിലെ രാവിലെ ഉണരുന്നത് അതിന്റെ ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ, ഇന്ന് ഏതൊക്കെ പ്രാക്ടീസുകൾ, കൊറിയോഗ്രാഫി, ഇത് അതിൻ്റെതായ കാര്യങ്ങൾ, ആ ഉണരുന്നിടം മുതൽ ഉറങ്ങുന്നതും അതിൽ തന്നെയാണ്. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലും ശരിക്കും ചിന്തയിലും മനസ്സിലും എല്ലാം തന്നെയേ ഉള്ളൂ. അതുപോലെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ കടന്നുപോയി. ഈവൻ രാത്രി ഉറങ്ങിയ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിലൊക്കെ വരും. മറ്റേ നമ്മൾ 1.5 കൊല്ലം എടുത്താ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാനും കൊറിയോഗ്രാഫി ചെയ്യാനും ഒക്കെ നമുക്ക് അതിനുള്ളൊരു സാവകാശം. കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. കാരണം ആ ഒരു 6 മാസം കൊല്ലം എങ്ങനെയാ ഇതിനെ ഒരുക്കിയത്? 6 മാസം വിത്തൗട്ട് എനി ബ്രേക്ക്, വിത്തൗട്ട് എനി റെസ്റ്റ്, എല്ലാ ദിവസവും ഒരു മിനിമം 2 hours പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ 6 months ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും റിക്വയർമെന്റ്സും ഒക്കെ.
അപ്പൊ അതിലെല്ലാം ഇതിനുള്ള സമയം മാറ്റി വെച്ച് ഇന്റൻസ് ആയിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ ഒരു 6 months അത് അതിൻ്റെ റിസൾട്ട് ഫുള്ളുണ്ടായിരുന്നു പ്രിയൂഷ സ്റ്റേജിൽ, മനസ്സിലായോ? ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഓരോ കാണികളെയും ഫുൾ ടൈം അതിലൂടെ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ്, മനസ്സിലായോ? പിന്നെ എനിക്ക് തോന്നിയ ഈ സീത കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉള്ള ഒരു ചോദ്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മറ്റൊന്നുമല്ല, ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അല്ലേ? സീത എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ, അത് എൻ്റെ ഒരു തോന്നലാണെങ്കിൽ തെറ്റായിട്ട് തെറ്റായിട്ടല്ല ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീതയ്ക്ക് നമ്മളെപ്പോഴും വായിച്ച് കേട്ടെടുത്തോളം അല്ലെങ്കിൽ കേട്ടറിഞ്ഞെടുത്തോളം ഇപ്പോഴും ഒരു സാത്വികമായിട്ട് അങ്ങനത്തെ ഒരു ഭയങ്കര ലൗഡല്ലല്ലോ സീത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ ഈ സോളോ ആയിട്ട് 2-2.5 മണിക്കൂറോളം സീതയെ കാണിക്കണമെങ്കിൽ, ആൻഡ് പ്രത്യേകിച്ച് സീതയുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഫേസിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയും കൂടിയാണ് സീത. അത് കാണുന്നവർക്കൊരു ബോറടി ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു ഒട്ടും ആ ഒരു പഞ്ച് വിടാതെ അത്രയും നേരം പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞ് ശരിക്കും റിസ്ക് ഫാക്ടർ തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ആയിരുന്നു. സീതയിൽ ഒരുപാട് നമുക്ക് ചലഞ്ചസ് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് എൻ്റെ ചിന്തകൾ സീത ജനിച്ച അതിന് ഒരു നൃത്താവിഷ്കാരമാക്കാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ സീതയെ നമുക്ക് എങ്ങനെ വരച്ചിടാക്കണം. സീത എന്ന് പറയുന്ന എല്ലാ മനുഷ്യരിലും അത്രയും അടുത്തറിയുന്ന ഒരു പുരാണ കഥാപാത്രമാണ്. അതിനെ നമ്മൾക്ക് എങ്ങനെ ഒരു മാർഗത്തിന്റെ ശൈലിയിൽ നമ്മൾക്ക് അതിനെ വരച്ച് കാണിക്കാം, സീതയുടെ ജീവിതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അത് സീതയെ നമുക്ക് എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു കുറെ നാളത്തെ ചിന്തകൾക്ക് ശേഷമാണ് മാർഗത്തിൽ ഒരു പുഷ്പാഞ്ജലിയിൽ സീതയെ നമുക്ക് ഇങ്ങനെ ചിത്രീകരിക്കാം എന്നൊക്കെയുള്ള. വളരെ മനോഹരമായിരുന്നു പ്രിയൂഷ. പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ഫസ്റ്റ് ഐറ്റത്തിനല്ലേ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. ഓഡിയൻസില് എല്ലാവരുടെയും മനസ്സിലുള്ള സീതയെ നൃത്തത്തിലൂടെ, ഭരതനാട്യ മാർഗത്തിലെ ആദ്യത്തെ ഇനത്തിലൂടെ സീതയെ കൊണ്ടുവരിക എന്നുള്ളത്. അത് ആ ഒരു പിങ്ക് കളറിലുള്ള ഒരു നെറ്റ് ഇങ്ങനെ പിടിച്ച് വന്ന അതൊരു പുതുമയുള്ളൊരു ഇതുമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇതേവരെ. അതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അത് പ്രിയൂഷയുടെ മനസ്സിൽ നിന്ന് വന്നതാണോ അതോ? അല്ല, സീത ആദ്യം ഒരു ഷോള് വെച്ചിട്ട് മുഖം തുറന്ന് സീത കാണിക്കുന്നത് ആദ്യം അത് എഴുതുമ്പം എഴുതിയത് മഞ്ജുവി നായരാണ്. ഇതിന്റെ കോറിയോഗ്രാഫി പ്രേം മേനോനാണ് എന്റെ ഗുരു. ഇതിന് സംഗീതം ചെയ്തേക്കുന്ന ബിജേഷ് കൃഷ്ണയാണ്. കാരണം അവരെല്ലാം ഇതിൽ വളരെ റോളാണ്. ഇതിന്റെ മൃദംഗിസ്റ്റ് ചാരുദത്താണ്. അതിലേക്ക് നമുക്ക് വരാം. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ എന്തായാലും കരുതി വെച്ചിട്ടുണ്ട്. ബിക്കോസ് അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു സീതയ്ക്ക്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ നമുക്ക് ഈ സീതയുടെ തുടക്കം എങ്ങനെയായിരുന്നു അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ബിക്കോസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. ശരിക്കും എൻ്റെ മനസ്സിൽ ആദ്യം സീത പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു തൻ്റെ ആ ഒരു മുഖം മറച്ചിങ്ങനെ നോക്കുന്നതായിട്ടാണ് സീത ആദ്യം വരുന്നതെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്ത. അപ്പൊ ഞാനത് സാറിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. എൻ്റെ ഗുരു പ്രേമനാണ് എൻ്റെ കോറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അപ്പം സാറാണ് പറഞ്ഞത് നമുക്ക് ഇൻട്രഡക്ഷനിൽ സീത ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഷോള് വെച്ചിട്ട് മുഖം മറച്ചിട്ട് നമ്മൾ ചുവടുകൾ ചെയ്ത് വന്നതിന് ശേഷം അത് ഷോള് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ഒരു കളർ കോമ്പിനേഷനും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആഗ്രഹമായിരുന്നു എനിക്ക് ആ ഒരു ഗോൾഡൻ കളർ. എനിക്ക് സീത എന്ന് പറയുമ്പോൾ എനിക്ക് സീതയെ ശരിക്കും ഒരു രാജകുമാരി തന്നെയാണ് സത്യം. അപ്പൊ രാജകുമാരിയായിട്ട് അവസാനം കാണാനാണ് അശോകവനത്തിലിരിക്കുന്ന ദുഃഖിതയായ സീതയെക്കാളേറെ എന്റെ മനസ്സിൽ സീത എന്ന കഥാപാത്രം റിച്ച് ലുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോൾഡൻ വിത്ത് ആ ഒരു റോയൽ പിങ്ക് കോമ്പിനേഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ലതായിരുന്നു ആക്ച്വലി. ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ ചോദിച്ചില്ലേ, ശരിക്കും നമുക്ക് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു സീതയുടെ കംപ്ലീറ്റ് ജീവിതം. കാരണം സീത എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ആണ് ജീവിതം. അപ്പൊ അതിനെ എങ്ങനെ നമ്മളൊരു ഭരതനാട്യ മാർഗത്തിലെ ഇനങ്ങളിലൂടെ ചിത്രീകരിക്കാം എന്നുള്ളത് ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരുന്നു. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ അത് എഴുത്തുകാരിയായ മഞ്ജുവി നായരിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ സീത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ
എന്താണ് ഒരു പുഷ്പം വിരിയുന്ന ഒരു താമര മുട്ട് വിരിയുന്ന കണക്ക് സുന്ദരിയായിട്ട് ഉദിച്ചു വരുന്ന ഉദയസൂര്യനെ പോലെയാണ്, പൂനിലാവ് പോലെയാണ്. അങ്ങനെ സീതയെ പലതായിട്ട് ഉപമിച്ച്, അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നമ്മൾ ചർച്ച ചെയ്ത് സീത എങ്ങനെ ആദ്യം ആൾക്കാരിലേക്ക് എത്തിക്കാം, സീതയ്ക്ക് വാട്ട് ഇസ് ഇൻട്രഡക്ഷൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു എഴുത്തിന്റെ ഘട്ടം മുതലേ നമുക്കത് ചലഞ്ചിങ് ആണ്. ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ പ്രേക്ഷകരിലേക്ക് നമ്മൾക്ക് വരികൾ കൊണ്ട് അവതരിപ്പിക്കാം എന്നുള്ള. അതുപോലെ തന്നെ അതിന്റെ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇതിന്റെ മ്യൂസിക് ചെയ്യുമ്പോഴും. ഇതിനെ മ്യൂസിക്കലി നമ്മൾ ആ സീതയുടെ ഓരോ ജീവിതഘട്ടങ്ങൾക്കും എങ്ങനെ മ്യൂസിക് ചെയ്യണം എന്നുള്ളത്, അത് ബിജേഷ് മാഷ് എന്ന് പറഞ്ഞ ബിജേഷ് കൃഷ്ണ അസലായിട്ട് തീർച്ചയായിട്ടും. പിന്നീട് അതിന്റെ കോറിയോഗ്രാഫി ഏറ്റവും എനിക്ക് തോന്നിയത് ആസ് എ നർത്തകി ഒരു കോറിയോഗ്രാഫിയിലായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ചലഞ്ചസ്. അതായത് സാധാരണ നമ്മൾ ഭരതനാട്യ വർണ്ണങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പം ഒന്നെങ്കിൽ ഒരു നർത്തകി ഒരു കഥ പറയുന്നതായിട്ടാണ്, ഡാൻസോ ഞാൻ ഏതെങ്കിലും സ്റ്റോറി നരേറ്റ് ചെയ്യുന്നു. ഇനി അതിൽ തന്നെ ഈവൻ വരികളിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ എഴുത്തിലും ചലഞ്ചസ് ഉണ്ടായിരുന്നു. വരികളിലായിരുന്നാലും നമ്മൾ ഒന്നുകിൽ ആ ഒരു നായിക ഒരു നർത്തകി ഒരു കഥ പറയുന്നതായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സഖിയോട് നായിക പറയുന്നതായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ വരുന്നത്. ഇതിൽ അതല്ല, ഇതിൽ നർത്തകി തന്നെയാണ് സീത. അപ്പൊ നർത്തകി തന്നെ സീതയാവുമ്പോ ആ വരികൾ എഴുതുന്നതിനകത്ത് കംപ്ലീറ്റ് ആ രീതിയിൽ തന്നെ എഴുതി പോകണം. മറ്റൊരാൾ കഥ പറയുന്നതായിട്ടോ എങ്ങും നമ്മളൊരു സ്റ്റോറി അവതരിപ്പിക്കുന്നതായിട്ട് പ്രേക്ഷകരോട് പറയുന്നതായിട്ടോ അല്ല. അതുപോലെ തന്നെ കോറിയോഗ്രാഫിയിലും അപ്പോൾ എല്ലായിടവും നർത്തകി തന്നെയാണ് സീത. എന്നാൽ നമ്മൾക്ക് ശ്രീരാമൻ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്കൊരു ഈ ഒരു സ്റ്റോറി അവതരിപ്പിക്കാൻ പറ്റില്ല. എത്ര സീത എന്ന് പറയുന്ന കഥാപാത്രം വരച്ചു കാട്ടിയിരുന്നാലും ആ ശ്രീരാമനോ രാവണന്റെയോ അത്രയും ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ശരിക്കും ഞങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസ് ആണ്. പിന്നെ ഒടുവിൽ നമ്മൾ ചെയ്തത് സീത രാമനെ കാണുന്നു, സീത കാണുന്ന രാമൻ ആ പൂർണ്ണചന്ദ്രൻ 1000 സൂര്യന്മാരെ പോലെ തേജോമയായ തേജസ്സോടെ വരുന്ന ആ ഒരു ശ്രീരാമൻ വില്ലുകൊലയ്ക്കുന്നതൊക്കെ സീത കാണുന്നത്, അല്ലെങ്കിൽ അവിടെ രാവണനെയും കാണിച്ചായിരുന്നല്ലോ. രാവണനെ വേണ്ട അദ്ദേഹം വില്ല് കൊലക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സീതയെ കണ്ടു സ്റ്റേജിൽ. സീതയുടെ കണ്ണിലൂടെയാണ് രാമനെയും രാവണനെയും ഒക്കെ നമ്മൾ കോറിയോഗ്രാഫി ചെയ്തത്. നന്നായിരുന്നു അതൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ചലഞ്ചിങ്. പിന്നെ അതാ ഞാൻ ചോദിച്ചത്, കാരണം അത് നമ്മൾ ഇച്ചിരിയെങ്കിലും ഇതിനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം വളരെ സട്ടിലാണ് സാധനങ്ങളല്ല, ഭംഗിയായിട്ട് തന്നെ വന്നിട്ടില്ലെങ്കിൽ ഇതാവും. അത് ഓരോ ഇനി ചെയ്യാൻ പോകുന്ന കോറിയോഗ്രാഫി ഘട്ടങ്ങളിലും ഇപ്പൊ എഴുത്തിലായിരുന്നാലും ഞാനും മഞ്ജുവും ഇരുന്ന് ഡിസ്കസ് ചെയ്യും ഇതിനെ എങ്ങനെ വേണം, ഏത് രീതിയിൽ നമ്മൾ എഴുതിക്കൊണ്ട് സാറിനുമായിട്ടാണെങ്കിലും ലൈക്ക് ഓരോ ഇതിലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെ അടുത്ത ഭാഗത്തിന് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത്. പിന്നെ പ്രീഷി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇങ്ങനെയാണ് പോണത്. പക്ഷേ തില്ലാനയും മംഗളവും അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വേറെ ഇമ്പാക്റ്റ് ആക്കി കളഞ്ഞു സത്യം പറഞ്ഞാൽ മൊത്തം ആ നൃത്താവിഷ്കാരത്തിന്. അത് സത്യമായിരിക്കും, അവിടെ ഇരുന്ന ഓരോരുത്തരോട് ചോദിച്ചാലും ചിലപ്പോൾ അറിയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മൾ ഓരോരുത്തരും ആ സീതയുടെ ആ ഒരു ഇൻറ്റൻസ് ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. സത്യമായിട്ടും ഒരു കാണി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി അതിൻ്റെ ഈ പറയുന്ന പോലെ മലയാളത്തിലായിരുന്നല്ലോ അതിൻ്റെ പദം, അതൊരു പുതിയ അനുഭവമായിരുന്നു സത്യം പറയാം. നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ, കേട്ടിട്ടില്ല അങ്ങനെ. ആ ഒരു ഫീലിലൂടെ കടന്നു പോകുമ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലുണ്ടായിരുന്ന പ്രിയൂഷയുടെ ഒരു അനുഭവം എന്തായിരുന്നു? ഇപ്പം താഴെ ഇരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു അനുഭവം ഇതായിരുന്നു.
ഇത് ശരിക്കും എന്താ പറയുക, ഞാൻ സാധാരണ ഒരു പ്രോഗ്രാമിന് കയറുമ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് സ്റ്റേജിൽ പോലെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഓരോ സ്റ്റേജും ശരിക്കും പുതിയ അനുഭവമായിട്ട് തോന്നും. ഓരോ സ്റ്റേജിലും കയറുന്നതിന് മുമ്പ് നല്ലൊരു ടെൻഷൻ, ഒരു വെപ്രാളം, ദൈവമേ മറന്നു പോകുമോ, താളം തെറ്റി, അത് എത്ര സ്റ്റേജ് കഴിഞ്ഞു, എത്ര ഏജ് ആയി, എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അല്ല, ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് പറയണത്, മനസ്സിലായോ? ഓരോ സ്റ്റേജിലും ഒരു ടെൻഷനായോ, ദൈവമേ നേരെ പ്രാർത്ഥന. പക്ഷേ സീതയുടെ എനിക്കത് തോന്നുന്നത് അത് അവസാന നിമിഷം മാത്രമല്ല, സീതയുടെ ഏകദേശം ലൈഫിൽ ആ ഒരു സീത ഉപേക്ഷിക്കപ്പെടുന്ന സമയം മുതലൊക്കെ ഈവൻ കോറിയോഗ്രാഫ് ചെയ്യുന്ന സമയത്തും ഞാനൊരു ഡാൻസർ, ഒരു കഥ അവതരിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞക്ക് ഞാനാണ് സീത ആയിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്, ഞാനൊരു കഥ പറയുന്ന രീതിയിലല്ല. അപ്പൊ ശരിക്കും എനിക്ക് ആ ഒരു കോറിയോഗ്രാഫി സമയത്ത് പോലും സാറിനറിയാം, പലപ്പോഴും കണ്ണ് നിറഞ്ഞ് ഒഴുകി പോവാറുണ്ട്. കാരണം ആ ഒരു ഫീലിങ്സ് അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ശരിക്കും ആ ഒരു തലേ ദിവസത്തെ റിഹേഴ്സൽസ് ഒക്കെ, സെക്കൻഡ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ മൊത്തത്തിൽ ആ ഒരു മൂഡിലേക്ക് ആയിട്ട് ആ ദിവസം എനിക്ക് മറ്റൊരു സ്റ്റേജ് പെർഫോമൻസിന് മുമ്പുള്ള ഒരു ടെൻഷനോ വെപ്രാളമോ അല്ലെങ്കിൽ പേടികളോ തെറ്റിപ്പോകുമോ അതൊന്നും ആയിരുന്നില്ല. ആ സീതയുടെ ആ ഒരു സിറ്റുവേഷൻസ് എന്നെ ഭയങ്കരമായിട്ട് ഞാനത് ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ശരിക്കും സ്റ്റേജിൽ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴും, നിങ്ങൾ തില്ലാനയുടെ കാര്യം പറയുന്നത്, ഒരു വർണ്ണത്തിന്റെ ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സീത അവിടെ ചരണഭാഗം ആകുമ്പോഴത്തേക്ക് സീത ഉപേക്ഷിക്കപ്പെടുക. സീത പിന്നെ കാട്ടിലെത്തപ്പെടുന്ന ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ ദേഹത്തൊക്കെ ഇങ്ങനെ കൈകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റ് വീഴുന്നു. അപ്പോഴേ ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ ശരിക്കും കരയുക. പറയുമ്പോഴും ശരിക്കും അപ്പോഴാണ് ഞാൻ അറിയുന്നത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ട് എന്നുള്ളത്. അല്ല, അത് പിന്നെ പ്രിയൂഷ, അത് കണ്ടവരിലും ഉണ്ടായിരുന്നു ആ സംഭവം. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്, എന്തായിരുന്നു ആ ഒരു ഫീൽ, എന്തായിരുന്നു? അത് ഞാൻ ശരിക്കും സീതയുടെ സിറ്റുവേഷൻസിനെ ഉൾക്കൊണ്ട് സീതയെ ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ സീതയുടെ ജീവിത സിറ്റുവേഷനെ ഉൾക്കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഞാനിപ്പോ സീതയുടെ ഓരോ പെയിനും ഞാൻ അനുഭവിക്കുമായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഒരു വർണ്ണമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തിന്റെ പല ജീവിത സാഹചര്യങ്ങൾ അവതരിപ്പിക്കും. വീണ്ടും തിരിച്ച് നമ്മൾ ജതികളിലേക്കും സ്വരങ്ങളിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു ഭാവമായ ആ ഒരു ചിരിയോടുകൂടി, അല്ലാതെ വീണ്ടും നമ്മൾ സാഹിത്യം വരുന്നിടത്ത് അവതരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നമ്മൾ ആ ഒരു സീതയുടെ ലൈഫ് സിറ്റുവേഷനിലൂടെ ഡാൻസിനെ കൊണ്ട്, അതെനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം. കാരണം ഇമോഷൻസിനെ ഡിറ്റാച്ച് ചെയ്യാതെ. അതുകൊണ്ട് തന്നെയാണ് ഇടയിൽ ഒരു ഡ്രസ് ചേഞ്ചോ ബ്രേക്ക് ഒന്നും വേണ്ട, ആ ഒരു ഇമോഷനെ നമ്മൾ ക്യാരി ചെയ്ത് പോകണം എന്നുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സർ എനിക്ക് ആ ഒരു ഇമോഷൻ ക്യാരി ചെയ്യണം, ഞാൻ അതിൽ നിന്ന് വേറിട്ട് വരാം. അപ്പൊ നമ്മള് ജതികളും സ്വരങ്ങളും പിന്നീട് വരുന്നത് എല്ലാം ചിട്ടപ്പെടുത്തിയതും നമ്മൾ ഏകദേശം ക്യാരി ചെയ്ത് തന്നെയാണ്. തില്ലാനയിലൊക്കെ വെച്ചാൽ കംപ്ലീറ്റ് തില്ലാന ആ ഒരു അമ്മയുടെ മടിത്തട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുത്ത സീതയുടെ ആ മനോനിലയിൽ നിന്നുകൊണ്ടാണ്. നമ്മള് വിട്ടു പോകുമ്പോ നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ എന്താ, അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ തില്ലാനയുടെ ഓരോ കോർമ ചെയ്തേക്കുന്നതും സാഹിത്യം ചെയ്തേക്കുന്നതും എല്ലാം. എനിക്കത് ഞാൻ അത്ര ഉള്ളിൽ തട്ടിയത് കൊണ്ടായിരിക്കാം അത് ഡെഫിനറ്റ്ലി. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയായിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രിയൂഷ എവിടെയൊക്കെയോ സൂചിപ്പിച്ചു പോയി, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ കൊറിയോഗ്രാഫി, ഇതെല്ലാം നല്ല ഘടകങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. സീത ഇത്രയും മനോഹരമാക്കിയതും ഇത്രയും ഇൻറ്റൻസ് ആക്കിയതിലും അല്ലേ. കൊറിയോഗ്രാഫിയും ആൻഡ് മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ടെ. കൊറിയോഗ്രാഫി ഓൾറെഡി പറഞ്ഞു, മ്യൂസിക് പോരാ, അത് സത്യം. അത് ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാനും അതിനെ ചുരുക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട സീതയെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ടായിരുന്നു മഞ്ജു. അതിന് സംഗീതം കൊണ്ട് അതിന് ശരിക്കും ജീവൻ കൊടുത്തത് ബിജീഷ് മാഷാണ്.
ആ ഒരു മ്യൂസിക് ഒന്നും നമുക്ക് എത്ര പറഞ്ഞാലും ശരിയാ. ശരിക്കും ആ മ്യൂസിക് ആണ് ഇതിന്റെ ആ ലാസ്റ്റ് ഭാഗത്തുള്ള ഒരു സീതയുടെ ആ ഒരു പെയിൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പം ഞാൻ പറയുകയും ചെയ്തു, ബിക്കോസ് അവിടെയാണ്. അതുപോലെ വീണ, ആ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം, വീണ, ഫ്ലൂട്ട്, മൃദംഗം എല്ലാം അവരെല്ലാവരും ഒരു എസെൻഷ്യൽ എന്ന് മാത്രമല്ല ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സീത ആ ഭാവത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഇവരുടെ ഈ ഇതിൻ്റെ അകത്തൂടെയുമായിരുന്നു കേട്ടോ. സത്യത്തിൽ ആ തൊണ്ടയ്ക്കകത്തുനിന്ന് അവർ കൊടുക്കുന്ന ഒരു പെയിന്, വീണയിൽ വായിക്കുന്ന ഓരോരോ സാധനങ്ങളൊക്കെ സൂപ്പറായിരുന്നു സത്യത്തിൽ. എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവിച്ച പോലെ തന്നെ സീതയുടെ ജീവിതത്തിന്റെ ഓരോ സിറ്റുവേഷൻസും സംഘർഷങ്ങളും ബിജീഷ് മാഷ് അനുഭവിച്ച പാടിയെന്ന് എനിക്ക് തോന്നി. കറക്റ്റ്. അതുപോലെ പ്രേം സാറിന്റെ കോറിയോഗ്രാഫി അത് എടുത്തു പറയേണ്ടതാണ്. സീതയുടെ ജീവിതത്തിൽ ആ ഒരു പ്രഗ്നന്റ് ആയ സീതയുടെ അത് ഞാൻ സാറിനടുത്ത് മനസ്സിലാക്കി, എനിക്ക് ആ ഒരു ഗർഭാലസ്യത്തിന്റെ ഇതിലൂടെ തന്നെ എനിക്ക് ആ ഒരു നൃത്തത്തിലൂടെയും സഞ്ചരിക്കണം. അപ്പൊ സാറൊക്കെ അത് നല്ല അസലായിട്ടത് ഈവൻ ആ സാഹിത്യത്തിലും എല്ലായിടവും ആ ഒരു പ്രഗ്നന്റ് ആയ സീതയുടെ ആലസ്യങ്ങളും ബുദ്ധിമുട്ടുകളും. ശരിക്കും ഇത് ഇവിടെ ദുബായിൽ അത് മിസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും അതൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ പ്രീവിയസ്, സത്യമായിട്ടും. അത് ഞാൻ വെറുതെ പറയണില്ല, കാരണം അത്രയ്ക്കൊരു അനുഭവമായിരുന്നു. കുറേ ദിവസത്തേക്ക് നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പെയിനാണോ അതിൻ്റെ ഒരു ആ ഒരു അനുഭൂതിയാണോ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. അത് ശരിക്കും മിസ് ചെയ്തവർക്കൊക്കെ മിസ്സിങ് തന്നെയാണ്. പക്ഷേ എന്താ ഞങ്ങളുടെ ചാരുദത്തിന്റെ മൃദംഗം, ഹരിപ്രസാദിന്റെ ഫ്ലൂട്ട്, മുരളിമാഷിന്റെ വീണ, ആ ഒരു ഓർക്കസ്ട്രേഷൻ, അതിൻ്റെ ആ ഓരോ ചലനങ്ങളിലും ആ ഒരു നമ്മള് അഭിനയമൊക്കെ പലപ്പോഴും നമ്മളിങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അവരൊക്കെ സ്റ്റേജിൽ തലേന്ന് റിഹേഴ്സൽ വരെ ഇല്ലാത്ത സംഭവം ചിലപ്പോൾ ചെയ്തോ അങ്ങനെ എന്തെങ്കിലും സ്റ്റേജിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകും. ഈ സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യും ആണല്ലേ? ഏതാ അങ്ങനെ ഒരു അനുഭവം പറഞ്ഞാട്ടെ, ഒന്ന് ഓർമ്മിച്ച്. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു 2-3 ഘട്ടങ്ങളുണ്ടായോ? ഒന്ന് സീത ആ ഒരു കുഞ്ഞുങ്ങളെ ആ ഒരു കളിപ്പിക്കുന്ന ഘട്ടം ഘട്ടമായി സീതയുടെ കുഞ്ഞുങ്ങൾ ആ ഘട്ടം ഘട്ടമായി യൗവനത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഒന്നും ശരിക്കും പ്രാക്ടീസ് തലേന്ന് ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ സ്റ്റേജിൽ ചെയ്താണോ? ബ്യൂട്ടിഫുൾ. അപ്പൊ അതനുസരിച്ചിട്ട് ശരിക്കും നമ്മുടെ ആ ഒരു ഓർക്കസ്ട്ര ടീം തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ബിജീഷ് മാഷിന്റെ ആ ഒരു ദൈവദത്തമായ ഒരു സംഗീതം ഓർക്കസ്ട്ര ടീം തരുന്ന സപ്പോർട്ട്. ഡോക്ടർ, ഈ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനെ വളരെയധികം സഹായിച്ച മറ്റൊരു ഘടകമായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട്. സൂപ്പറായിരുന്നു. കാരണം ഓരോ സമയത്തും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലൈറ്റിംഗ് ഇത് ആ സ്റ്റേജിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻറ്റൻസ് ഫീലിലേക്ക് ഓരോ കാണികളെയും കൊണ്ടുപോകാൻ വളരെയധികം സഹായിച്ച ഒരു ഘടകം തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യം വെച്ചാൽ ഈ സീതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഒരു സാധന പോലെ ആയിരിക്കുമല്ലോ ഒരു ദിവസം തുടങ്ങാൻ. നേരത്തെ പറഞ്ഞു എൻ്റെ ഊണിലും ഉറക്കത്തിലും ഒക്കെ അത് തന്നെയായിരുന്നു. എന്നിരുന്നാലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഭക്ഷണത്തിലാണെങ്കിലും നമ്മളുടെ ശരീരത്തിനെ അതുപോലെ വെക്കുന്നതിനും മനസ്സിനെ അതുപോലെയൊക്കെ ഫോക്കസ് ആക്കി വെക്കുന്നതിനൊക്കെ എന്തെങ്കിലും അത് ഇപ്പം പ്രിയ അത് സീതയ്ക്ക് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒരു നൃത്തത്തിലുള്ളൊരു സാധന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാക്രിഫൈസുകൾ, പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് സീതയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് നൃത്തത്തെ അത്രയും സീരിയസ് ഒരു ഇതോടുകൂടി അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ദിനചര്യകൾ മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ചിട്ടയുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 2010 മുതലൊക്കെയാണ്. അതുവരെ ഞാൻ കുട്ടിക്കാലം പോലെ 3 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി, ഒരുപാട് നൃത്തം വേദികളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആത്മസമർപ്പണം അതോടുകൂടിയാണ്. ഇഷ്ടമുണ്ടായിരുന്നു, നൃത്തം ഇഷ്ടമായിരുന്നു, ചെയ്യും. സീരിയസ് ആയി തുടങ്ങിയത് സീരിയസ് എന്ന് വെച്ചിരുന്നാല് ഒരു 2010 മുതൽ ഈവൻ എന്റെ ഭക്ഷണം മുതൽ ഉറക്കം മുതൽ അങ്ങോട്ട് എല്ലാം എനിക്ക് ഒരു ചിട്ടയായി തുടങ്ങി അല്ലേ? ശരിക്കും നമുക്ക് സ്റ്റാമിന നന്നായിട്ട് വേണം. ശരീരഭാരം നിയന്ത്രിച്ചിരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇത്രയും മണിക്കൂറുകളോളം നൃത്തം ചെയ്യാൻ പറ്റും. നമ്മൾ 10 മിനിറ്റിന്റെ ഒരു ഐറ്റം കളിച്ചിറങ്ങുമല്ല. അപ്പൊ ശരീരഭാര നിയന്ത്രണത്തിന് ഭക്ഷണത്തിൽ വളരെ നല്ലൊരു ചിട്ട വേണം. നമുക്ക് ആ ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇല്ലെങ്കിൽ അത് നമ്മുടെ ശരിക്കും എനർജി ലെവൽ നന്നായിട്ട് ബാധിക്കും. പിന്നെ നമുക്ക് സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, സ്റ്റാമിന വേണം. അപ്പൊ അതിനൊക്കെ വേണ്ടി എനിക്ക് യോഗ എന്നെ ഒരുപാട് ഹെൽപ്പ്. അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് കേട്ടോ. കാരണം ഇതിനൊക്കെ സഹായിക്കുന്ന എല്ലാ എലമെന്റ്സും ഈശ്വരൻ കനിഞ്ഞു തന്നിട്ടുണ്ട് ഈ ജന്മത്തിൽ. കാരണം ഡോക്ടറാണ്, ഇതിലൊക്കെ ഉള്ളൊരു അറിവുകളുണ്ടല്ലോ, യോഗ അറിയാം, അതൊക്കെ അതൊരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അത് സത്യം ശരിക്കും അതിനെല്ലാം കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുവരുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ പ്രായത്തിലും എനിക്ക് അത്രയും ലെങ്തി ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്, സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് എല്ലാം ആ ഒരു ഹെൽത്ത് ഇതായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടും. കറക്റ്റ്. പിന്നെ ഈവൻ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് ആ ഒരു ഒന്നിലേക്ക് മാത്രം ആ ഒരു ഏകാഗ്രത കൊണ്ടുവരിക, അതിന് ഫോക്കസ്. മെഡിറ്റേറ്റ് ചെയ്യുമോ? പിന്നെ മെഡിറ്റേഷൻ, യോഗ എന്റെ ദിനചര്യയാണ്. ആണല്ലേ? വർഷങ്ങളായിട്ട്. മീൻസ് കുറെ നേരം ഇരുന്ന് മെഡിറ്റേഷനുള്ളൊരു രീതി ഉണ്ടോ? എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇഷ്ടം എന്നല്ല പറയണത്. അതെ അതെ, കറക്റ്റാ. അത് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു സംഭവമാണ് അല്ലേ. അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് സത്യത്തിൽ. ഇനി ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയൂഷ് ആസ് എ ടീച്ചർ എങ്ങനെയാണ്? കാരണം പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ കുട്ടികളെ, പ്രിയൂഷെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സീതയൊക്കെ പോലൊരു സംഭവം ചെയ്യാൻ പറ്റുന്നൊരു ഗുരുവിനെ ഒരു ശിഷ്യയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ആസ് എ ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ? കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഇച്ചിരി 5 മിനിറ്റ് കഴിഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങും എന്തും പഠിക്കുന്നതിൽ, ഇല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ള റിസ്ക് ഫാക്ടറിനെ എങ്ങനെയാണ് പ്രിയൂഷ കൈകാര്യം ചെയ്യുന്നത്? അതിൽ ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങേണ്ടത് എൻ്റെ അച്ഛനും അമ്മയിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ ഹെഡ് മാസ്റ്ററാണ്, എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചേഴ്സിൻ്റെ മകളായതുകൊണ്ടായിരിക്കാം എനിക്ക് ടീച്ചിങ്, എൻ്റെ ഒരു ചെറിയ കോളേജിലൊക്കെ കയറിയ പ്രായം മുതലേ എനിക്ക് ടീച്ചിങ് ഭയങ്കരമായി ഞാൻ ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. കാര്യങ്ങളുണ്ട്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ടീച്ചിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആണ് ഞാൻ. പിന്നെ നൃത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ഏതൊരു ആളെയും അതിനോടൊരു താല്പര്യം ജനിപ്പിക്കാൻ, ഫസ്റ്റ് നമ്മൾ അതിന്റെ ടെക്നിക്സ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. എസ്പെഷ്യലി ഇപ്പം കൊച്ചുകുട്ടികളെ പലരെയും ഇപ്പൊ പേരൻസ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പഠിക്കട്ടെ, ഒരു കുഞ്ഞൊന്നും ചിലപ്പോൾ 4 വയസ്സ് 5 വയസ്സിൽ അത്രയും ഇഷ്ടത്തോടു കൂടി വരുന്ന ഒരു കുട്ടി ചുരുക്കമായിരിക്കും. ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് പേരെങ്കിലും അല്ലാതെ വരണം. പക്ഷെ ഏത് രീതിയിലായാലും ഈ നൃത്തത്തിന്റെ വഴിയിലേക്ക് വന്നെത്തുന്നവരെ നമ്മൾ അതിനോടുള്ള ആ ഒരു താല്പര്യത്തിനെ എത്രമാത്രം അത് ഉണ്ടാക്കി, താല്പര്യം ജനിപ്പിച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കി അതിനെ ഒരു പ്രണയിക്കുന്ന ഘട്ടത്തിൽ നൃത്തത്തെ സ്നേഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ നൃത്തത്തിന്റെ വഴിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെടുന്ന ആൾക്കാരെ, അത് പ്രായം നോക്കാതെ തന്നെ അവരിലേക്ക് നൃത്തത്തെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരിലേക്ക് എത്തിക്കുക, അവരിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. കുട്ടികളൊക്കെ ആണെങ്കിലേ അവര് ഭയങ്കര ടെക്നിക്കലി, ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ അരമണ്ഡലം ഇരിക്കുന്നതിനും ചവിട്ടുന്നതിലും അതിന്റെ പെർഫെക്ഷനിലേക്കും പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും അതൊക്കെ അല്ല, അത് എല്ലാ ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രിയൂഷ ഇപ്പം നേരത്തെ പറഞ്ഞ പാട്ടിലൊക്കെ ആണല്ലോ അങ്ങനത്തെ ടെക്നിക്സ് ഉണ്ട്, മനസ്സിലായോ? ഒരു കടുത്ത കർശന മുറകളിലൂടെ അവരിലേക്ക് എത്തിയാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പേടിച്ചു അവർക്ക് ഇഷ്ടപ്പെടും, അവരെന്തോ നൈറ്റ്മെയർ ആയിട്ട് മാറും. അതിന് പകരം കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം അവരൊന്ന് ജെല്ലാവുക. ആദ്യം അവർ പഠിപ്പിക്കുന്ന ആളുമായിട്ടും കൂടെ ഉള്ളവരുമായിട്ടും അവരൊന്ന് ജെല്ലാവുക. പിന്നെ അവരെ പതുക്കെ നമ്മൾ അധികം ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ അവരെ അതിന്റെ ടെക്നിക്സ് വശങ്ങൾ, പിന്നെ പഠനത്തിന്റെ നെക്സ്റ്റ് തലങ്ങളാണ് അവർ ആ പഠിച്ചതിനെ വൃത്തിയാക്കുക, പെർഫെക്റ്റ് ആക്കുക. ആദ്യം വരുന്ന ഒരു കുട്ടിക്ക് വാട്ട് ഈസ് ആ ഒരു പെർഫെക്റ്റ് അരമണ്ഡലം ഒന്നും മനസ്സിലാവില്ല. ഘട്ടം ഘട്ടമായി ഏതൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ അതിന് ആ ഒരു ഘട്ടമായി അവിടുന്ന് ടെക്നിക്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അവര് അതിന്റെ ആ ഒരു ഇതിലേക്ക്. ഇപ്പൊ ലേഡീസ് ഒരുപാട്, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, എല്ലാ പ്രായക്കാർക്കും പഠിക്കാം. ഇനി 70 വയസ്സിലുള്ളവർക്കാണെങ്കിലും പഠിച്ചു തുടങ്ങാം. പക്ഷെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ശരീരത്തിന്റെ ഇത് അനുസരിച്ചിരിക്കും, അതിന്റെ ശാരീരിക അവസ്ഥ അനുസരിച്ചിട്ട്
നമ്മൾ പഠിക്കുന്നതിന് നമ്മൾക്ക് അത് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളൊരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന കണക്കായ ആവരുത് നമ്മളൊരു വലിയ ആളെ ഒരു മിഡിൽ ഏജ് ഉള്ള ഒരാളെയോ ഓൾഡ് ഏജ് ഉള്ള ഒരാളെയോ പഠിപ്പിക്കില്ല. നമ്മളൊരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ ആദ്യം അവരുടെ ശരീരത്തിന് നമ്മൾ അതിലേക്ക് വഴക്കിയെടുക്കുക. അതാണ് ആ ബോഡിയെ അതിലേക്ക് ആദ്യം വഴക്കി കൊണ്ടുവരിക, എന്നിട്ടാണ് അവരിലേക്ക് ആ ഒരു നൃത്തത്തിന് പിന്നെ അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഇനങ്ങൾ ചൂസ് ചെയ്യുക, ആ രീതിയിൽ കോവുക ചെയ്യുക. അതെല്ലാം കറക്റ്റ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സത്യമായിട്ടും. എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയൂഷ, ഇത്രയും നേരം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ, സീതയെക്കുറിച്ച് ഒരുപാട് പറയാൻ കഴിഞ്ഞതിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇമോഷണലായി കണ്ടോ, സ്വാഭാവികം. കാരണം അതായിരുന്നല്ലോ സീത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നല്ലോ നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഏതായാലും നിറയെ സന്തോഷം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആ ഒരു ഇതിലൂടെ സഞ്ചരിക്കുക എന്ന് മനസ്സിലായി. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല പ്രൊഡക്ഷൻസ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിനെ ഇനിയും ഇതുപോലെ സ്റ്റേജിൽ കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇതെല്ലാം സാധിക്കാൻ ഈശ്വരൻ ഇനിയും അതിനുള്ള അവസരങ്ങളും ആരോഗ്യവും ആയുസ്സും ഒക്കെ തരട്ടെ എന്ന് തീർച്ചയായിട്ടും.